ഹായ് എവരി വൺ. ഇതാ നമ്മുടെ ഗ്രീൻ സാരി വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രോമിസ് ചെയ്ത പോലെ അത് നിങ്ങളെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വിടർത്തി കാണിക്കാം. ഈ സാരിയിൽ ലേസി ഡേസി ഫ്ലവേഴ്സാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫ്ലവറിനെ നല്ല വലിയ ബഞ്ചാണ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ 6 ബഞ്ചസ് ആണ് ചെയ്തിരിക്കുന്നത്. അതിൽ 2 ഫ്ലവർ ബഞ്ച് നല്ല വലുതായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പല്ലുവിൻ്റെ പാർട്ടും അതുപോലെ തന്നെ ചെസ്റ്റ് പോർഷൻ വരുന്ന സ്ഥലമാണ് ഏറ്റവും വലുതായിട്ട് ഫ്ലവേഴ്സ് ചെയ്തിട്ടുള്ളത്. പിന്നെ സാരി ഉടുക്കുമ്പോൾ കാണുന്ന ഭാഗത്തെല്ലാം നല്ല ഭംഗിയായിട്ട് ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും ഞാൻ പറയുന്ന പോലെ നമ്മൾ ഷെയ്ഡ്സ് യൂസ് ചെയ്യണമെങ്കിൽ നല്ലതാണ്. ഇതിൽ ഞാൻ യെല്ലോ ആൻഡ് ക്രീം കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. യെല്ലോ മാത്രം യൂസ് ചെയ്യുകയാണെങ്കിലും കാണാനായിട്ട് അത്ര ഭംഗി നമുക്ക് തോന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ക്രീമും കൂടി യൂസ് ചെയ്തിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ യെല്ലോ തന്നെ നമുക്ക് ഷെയ്ഡഡ് ത്രെഡ് യൂസ് ചെയ്യാം. ഈ സാരി ഞാൻ നമ്മുടെ ഒരു കസ്റ്റമറുടെ റിക്വസ്റ്റ് അനുസരിച്ച് ചെയ്തതാട്ടോ. ഗ്രീൻ സാരിയിൽ യെല്ലോ ഫ്ലവേഴ്സ് വേണം എന്നുള്ള സ്പെഷ്യൽ റിക്വസ്റ്റിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇത് ഓൾറെഡി ഈ സാരി സോൾഡ് ഔട്ട് ആണ്. ഇതുപോലുള്ള ഫ്ലവേഴ്സ് വരുമ്പോൾ സാരിയുടെ റേറ്റ് കുറച്ച് കൂടുതൽ വരും. വർക്കിന് തന്നെ ഒരു 2000 റുപ്പീസ് ആവും. പിന്നെ സാരിയുടെ കോസ്റ്റ് ഒരു 600 വരും. ഇത് അത്യാവശ്യം വലിയ ഫ്ലവർ ബഞ്ചാണ്. ടൈം കൺസ്യൂമിംഗ് ആണ്. ഒത്തിരി ദിവസം എടുത്തിട്ടുണ്ടോ ഈ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ ഡിസൈനിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളുടെ കയ്യിൽ ഒരിക്കലും റെഡി സ്റ്റോക്ക് ഉണ്ടാവാറില്ല. എപ്പോൾ നമ്മൾ വർക്ക് ചെയ്ത് കഴിയുവാണെങ്കിൽ ആ ഓൺ ദി സ്പോട്ട് സെയിലാവുന്ന ഒരു വർക്കാണ്. അപ്പോൾ ഇത് വർക്ക് കണ്ടിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിലും നമ്മളിതിൻ്റെ നേരത്തെ വർക്ക് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഐഡിയ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ആ വീഡിയോ നോക്കിയിട്ട് ഇതുപോലത്തെ ഡിസൈൻസ് ചെയ്യാം. ഈ ഡിസൈൻ എപ്പോഴും എല്ലാവർക്കും കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണ്. കാണാനായിട്ട് നല്ല ഭംഗിയാണിത്. ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കുറേ ഫ്ലവേഴ്സ് കാണുമ്പോഴേക്കും നമുക്ക് സാരി ഉടുത്താനും ഭംഗി തോന്നും. അതേപോലെ വാങ്ങാനായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് തന്നെ നമുക്കിത് കാണുമ്പോൾ ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഈ ഡിസൈൻ ചെയ്താൽ പെട്ടെന്ന് സാരി സെയിലാവും എന്ന് പറഞ്ഞത്. അപ്പോൾ സാരി വർക്ക് ചെയ്ത് കൊടുക്കുന്നവരാണെങ്കിൽ ഇതേപോലെ പെട്ടെന്ന് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റിയ ഡിസൈൻസ് നോക്കി സെലക്ട് ചെയ്യാം. കുറേ ദിവസമായിട്ട് തൊണ്ടവേദന ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് ചുമയുള്ളതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ശബ്ദം അടഞ്ഞ പോലെ വരുന്നുണ്ട് കേട്ടോ. ഒന്ന് നിങ്ങൾ ക്ഷമിക്കണേ. ഇതിൽ എല്ലാ ഡിസൈനും കാണാൻ വേണ്ടിയിട്ട് ഞാൻ വിടർത്തി വെച്ചിട്ട് കുറച്ച് ലോങ് ആയിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അതാണ് ചില സ്ഥലത്തൊക്കെ ഡിസൈൻസ് ഇങ്ങനെ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുന്നത്. എല്ലാ ഡിസൈനും കൂടി അതിൽ ഓൾമോസ്റ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ലോങ് വ്യൂവിൽ വീഡിയോ എടുത്തത്. ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴും സാരി വർക്ക് ചെയ്യുമ്പോൾ സാരി ഉടുത്ത് നോക്കിയിട്ട് എവിടേക്കാണ് ഡിസൈൻ വരേണ്ടതെന്ന് വെച്ചാൽ അതേ പോർഷനിലൊക്കെ വെച്ച് നോക്കിയിട്ട് വേണം നിങ്ങൾ ഡിസൈൻ വരയ്ക്കാൻ. മാക്സിമം സാരി ഉടുത്ത് നോക്കുക. ഉടുത്ത് നോക്കിയിട്ട് കാണുന്ന ഭാഗത്തായിട്ട് വേണം ഡിസൈൻ വരയ്ക്കേണ്ടത്. നെക്സ്റ്റ് ഞാനൊരു സിൽക്കി ജോർജറ്റ് സാരിയാണ് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഡിസൈൻ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു സിൽക്കി ജോർജറ്റിൽ ഈ ഡിസൈൻ ചെയ്താൽ എങ്ങനെ ഉണ്ടാവുമെന്ന്. അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നോർമലി എനിക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ സാരി വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മുടെ ഒരു കസ്റ്റമർ സജസ്റ്റ് ചെയ്ത കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കസ്റ്റമർ എന്തായാലും നല്ല കളർ സെൻസ് ഉള്ള ആളാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ അടുത്ത് ഒത്തിരി ഫ്രണ്ട്സ് കസിൻസൊക്കെ ചോദിച്ചു നല്ല കളറാണ് കൊടുക്കുന്നുണ്ടോ, അവർക്ക് വേണമായിരുന്നു എന്നൊക്കെ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ ആ ഒരു കസ്റ്റമർ ഒത്തിരി നാളായി ഈ സാരിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ എന്തായാലും നമ്മളിത് വേറെ ആർക്കും കൊടുക്കുന്നില്ല, അവർക്ക് തന്നെ ഇത് അയച്ചു കൊടുക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു അയക്കുന്നതിന് മുമ്പ് വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാം. അപ്പോൾ ഗ്രീൻ സാരിയിൽ ഏത് കോമ്പിനേഷൻ നല്ലതായിരിക്കും എന്നൊക്കെ ഒന്ന് നിങ്ങൾക്ക് കൂടി അറിയാമല്ലോ. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഉടനെ തന്നെ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. ഒരു കാര്യം കൂടി പ്രത്യേകം പറയട്ടെ കേട്ടോ. വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ കസിൻസിനും ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ മീറ്റ് സൂൺ.